ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024-25 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ റേഷ്യോ എന്ന് പറഞ്ഞ 6ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 90-ലും 91-ലുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ടു മേക്ക് ദോശ വി നീഡ് ടു ടേക്ക് 2 cups ഓഫ് ബ്ലാക്ക് ഗ്രാം ഫോർ എവരി 6 cup ഓഫ് റൈസ്. ഫോർ 9 cup ഓഫ് റൈസ് ഹൗ മെനി കപ്സ് ഓഫ് ബ്ലാക്ക് ഗ്രാം ഷാൾ ബി ടേക്കൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ദോശ ഉണ്ടാക്കാൻ 6 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 9 കപ്പ് അരിക്ക് എത്ര കപ്പ് ഉഴുന്ന് വേണമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. റൈസ് 6 കപ്പാണ് അല്ലേ, അതുപോലെ ബ്ലാക്ക് ഗ്രാം എന്ന് പറയുന്നത് 2 കപ്പാണ്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള റേഷ്യോ എന്താണ്? 6:2 എന്ന് എഴുതാൻ പറ്റും. 6:2 എന്നുള്ളത് നമ്മളൊന്ന് ചെറുതാക്കണം അല്ലേ. ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ രൂപത്തിലല്ലേ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ചെറുതാക്കുമ്പോൾ നോക്കൂ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 6-ലും 2-ലും 2 ഉണ്ട് അല്ലേ. 6-ൽ എത്ര 2 ഉണ്ട്? 3 ആണുള്ളത്. 2-ൽ എത്ര 2 ആണുള്ളത്? 1 ആണുള്ളത് അല്ലേ. അപ്പോൾ 6:2 എന്നുള്ളത് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 3:1 എന്ന് മാറ്റി എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്താ കാണേണ്ടത്? 9 കപ്പാണ് അരിയെങ്കിൽ എത്രയാണ് ഉഴുന്നിൻ്റെ അളവ് എന്നുള്ളതാണല്ലോ. എത്രയാണ് ബ്ലാക്ക് ഗ്രാമിൻ്റെ അളവ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുക? നോക്കൂ, 3 കപ്പ് റൈസിന് 1 കപ്പാണ് ബ്ലാക്ക് ഗ്രാം കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 9 കപ്പ് റൈസിന് എത്രയായിരിക്കും? 3നെ എന്ത് ചെയ്യുമ്പോഴാണ് 9 ആവുക? 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 9 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 1നെയും 3 കൊണ്ട് ഗുണിക്കണം. 1നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 3 എന്ന് കിട്ടൂലേ. അപ്പോൾ 3 കപ്പാണ് എന്ത് വേണ്ടത്? ബ്ലാക്ക് ഗ്രാം വേണ്ടത്. ഓക്കെ ആണല്ലോ. ആ റേഷ്യോ 3:1 ആണ്. ആ 3:1 3നെ 9 ആവാൻ 3 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പോൾ പിന്നെയുള്ള 1നെ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? 3 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഉഴുന്നിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് കിട്ടിയത് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3:1 9:3 ആണല്ലേ. 3 പിന്നെ അരി എടുക്കുമ്പോൾ 1 ഉഴുന്നാണ്. അപ്പോൾ 9 അരി എടുക്കുമ്പോൾ 3 കപ്പ് ഉഴുന്നാണ് വേണ്ടത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. To plaster the walls of a house, cement and sand are mixed in the ratio 1:5. 45 sacks of cement were bought. How many sacks of sand are needed എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു വാള് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സിമെൻറ്റും സാൻഡും 1:5 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ്. 45 ചാക്ക് സിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ചാക്ക് മണലാണ് വേണ്ടതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. റേഷ്യോ എത്രയാണ് തന്നിട്ടുണ്ടല്ലേ. എത്രയാണ്? 1:5 ആണ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആ ഒരു സിമെൻറ്റ് 45 സാക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര മണലെടുക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ സിമെൻറ്റും മണലും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞതാണ് 1:5 എന്ന് പറഞ്ഞത്. അപ്പോൾ 1 എന്നുള്ളതാണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? 45 മാറിയിട്ടുള്ളത്. 1നെ 45 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 45 കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 5നെ എന്ത് ചെയ്യണം? 45 കൊണ്ട് തന്നെ ഗുണിക്കണം. 5നെ 45 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 5 × 45 എന്ന് പറഞ്ഞാൽ 225 ആണ് അല്ലേ. അപ്പോൾ സിമെൻറ്റ് 45 ചാക്കാണെങ്കിൽ മണൽ എത്രയാണ്? 225 ചാക്കാണ്. അതിനെങ്ങനെ എഴുതാം? 1:5 45:225 എന്ന് വേണമെങ്കിലും എഴുതാം അല്ലേ. ഒരു പിന്നെ ചട്ടി സിമെൻറ്റിന് 5 ചട്ടി മണലാണെങ്കിൽ 45 ചാക്ക് സിമെൻറ്റിന് എത്രയാണ്? 225 ചാക്ക് മണലാണ് വേണ്ടത്. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 12 liters of paint was mixed with 8 liters of turpentine while painting the house. How many liters of turpentine should be mixed with 15 liters of paint എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വീട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് 12 ലിറ്റർ പെയിൻറ്റിൻ്റെ കൂടെ 8 ലിറ്റർ ടർപ്പൻറ്റൈനാണ് മിക്സ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ 15 ലിറ്റർ പെയിൻറ്റിൻ്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻറ്റൈന് മിക്സ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. നമുക്ക് പെയിൻറ്റിൻ്റെ അളവ് എത്രയാണ് തന്നിട്ടുണ്ടല്ലേ. എത്രയാണ്? 12 ലിറ്ററാണ്. ടർപ്പൻറ്റൈനോ 8 ലിറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും? പെയിൻറ്റും ടർപ്പൻറ്റൈനും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞത് 12:8 എന്ന് എഴുതാം. അതിനൊന്ന് ചെറുതാക്കണം അല്ലേ. അതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് നമ്മളതിനെ മാറ്റണം. അപ്പോൾ 12ലും 8ലും പൊതുവായിട്ടുള്ളത് കോമൺ ആയിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കുക. 2ലും 4 ഉണ്ട് അല്ലേ. 12ൽ എത്ര 4 ഉണ്ട്? 3 4ആണ് 12. 8ൽ എത്ര 4 ഉണ്ട്? 2 4 ആണ് അല്ലേ. അപ്പോൾ 3:2 എന്ന് എഴുതാം. ഇനി അതിനെ ചെറുതാക്കാൻ പറ്റുമോ? 2ലും കോമൺ ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും ചെറിയ ഫോം എന്ന് പറഞ്ഞത് 3:2 ആണ്. അപ്പോൾ പെയിൻറ്റും ടർപ്പൻറ്റൈനും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞത് 3:2 ആണ്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? പെയിൻറ്റ് 15 ലിറ്റർ ആകുമ്പോൾ ടർപ്പൻറ്റൈൻ്റെ അളവ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് റേഷ്യോ 3:2 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് 3 എന്നുള്ളത് 15 ആവുമ്പോൾ 2 എന്നുള്ളത് എത്രയാവും? 3ൻ്റെ എത്ര മടങ്ങാണ്? എത്ര ടൈംസ് ആണ് 15 നോക്കാം. 3നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 15 കിട്ടുന്നത്? 3നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 15 കിട്ടുന്നത്. അപ്പം നമ്മൾ 2നെ എന്ത് ചെയ്യണം? 5 കൊണ്ട് തന്നെ ഗുണിക്കണം. അതായത് അവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:2 അല്ലേ.
അങ്ങനെയാണെങ്കിൽ 15:2 എത്രയായിരിക്കും? 3നെ 15 ആവാൻ എന്തുകൊണ്ട് ഗുണിച്ചതാണ്? 5 3 അല്ലേ 15. അപ്പോൾ 2നെയും 5 കൊണ്ട് തന്നെ ഗുണിക്കണം. 3 × 5 ആണ് 15. അപ്പോൾ 2നെ എന്ത് ചെയ്യണം? 5 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ 2 5 എത്രയാണ്? 10 ആണ്. അപ്പോൾ 15 ലിറ്റർ പിന്നെ ചായ എടുക്കുമ്പോൾ ടർപ്പൻറ്റൈൻ്റെ അളവ് എത്രയാണ്? 10 ലിറ്റർ ആയിരിക്കും. അതായത് റേഷ്യോ 3:2 ആയതുകൊണ്ട് പെയിൻറ്റ് 15 എടുക്കുമ്പോൾ ടർപ്പൻറ്റൈന് 10 ലിറ്റർ എടുക്കണം എന്ന് സാരം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ വാർഡ് ഓഫ് എ പഞ്ചായത്ത് ദ വുമൺ ആൻഡ് മെൻ ആർ ഇൻ ദി റേഷ്യോ 11:10. There are 1793 women in the ward. How many men are there in the ward? What is the total number of women and men? അതായത് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ സ്ത്രീകളും പുരുഷന്മാരുടെയും എണ്ണത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 11:10 ആണ്. അവിടെ 1793 സ്ത്രീകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള പുരുഷന്മാരുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ അവിടെ ആകെയുള്ള പുരുഷന്മാരും സ്ത്രീകളും കൂടി എത്രയാണെന്നുള്ളതും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? റേഷ്യോ പിന്നെ വുമണും മെന്നും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞത് 11:10 ആണ്. പിന്നെ സ്ത്രീകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് വുമൺ എന്ന് പറഞ്ഞത് 1793 ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മെൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ റേഷ്യോ 11:10 ആയതുകൊണ്ട് തന്നെ 11 സ്ത്രീകൾ ഉണ്ടാവുമ്പം 10 പുരുഷന്മാരാണുള്ളത്. ഇവിടെ ശരിക്കും 1793 സ്ത്രീകളാണുള്ളത്. അപ്പോൾ എത്ര പുരുഷന്മാരാണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ 11നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1793 എന്ന് കിട്ടുക എന്ന് കാണണം. എങ്ങനെയാണത് കാണുക? 1793നെ 11 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയാൽ മതി അല്ലേ? ആ കിട്ടുന്ന സംഖ്യ കൊണ്ട് തന്നെ 10നെയും ഗുണിക്കണം അല്ലേ? 11നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണോ 1793 കിട്ടുന്നത് അതേ സംഖ്യ കൊണ്ട് തന്നെ 10നെയും ഗുണിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 1793നെ 11 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. അപ്പോൾ 1793നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ സൈഡിലൊന്ന് എഴുതി കാണിക്കുന്നുണ്ട്. നോക്കൂ, 1793 എന്നുള്ള അതിലെ 17ൽ എത്ര 11 ഉണ്ട് എന്ന് ആദ്യം നോക്കുക. 17ൽ എത്ര 11 ഉള്ളത്? ഒരു 11 അല്ലേ ഉള്ളൂ. അപ്പോൾ ആ 1 നമ്മൾ ആ കള്ളിൻ്റെ മേലെ എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? ആ ഒരു 11 എത്രയാണ്? ഒരു 11 അല്ലേ? അത് 17ൻ്റെ താഴെ എഴുതി കൊടുക്കണം. അതിനുശേഷം നമ്മൾ 17ന്ന് 11 കുറച്ചിട്ട് അതിൻ്റെ താഴെ എഴുതുക അല്ലേ? 17ന്ന് 11 കുറക്കുമ്പോൾ എത്രയാണ്? 6 കിട്ടൂലേ? അപ്പോൾ താഴെ നമുക്ക് 6 എന്ന് എഴുതി കൊടുക്കാം. 6 എന്ന് എഴുതിയതിന് ശേഷം ഇപ്പം നമ്മൾ 17ലല്ലേ നോക്കിയിട്ടുള്ളൂ. ആ 17 കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ താഴെ എഴുതി കൊടുക്കണം. അതായത് 17 കഴിഞ്ഞിട്ട് 9 അല്ലേ? ആ 9 നമ്മൾ ഇറക്കി എഴുതി കൊടുക്കണം. അപ്പോൾ 69 എന്നാവൂലേ? 6 എന്ന് ആദ്യം നമ്മളത് കുറച്ച് എഴുതി, പിന്നെ ആ 9 കൂടെ ഇറക്കി എഴുതി. ഇനി നമ്മൾ 69ൽ എത്ര 11 ഉണ്ട് നോക്കുക. 6 11 66 അല്ലേ? അപ്പോൾ നമുക്ക് 6 11 69ലുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ 6 എന്ന് എഴുതി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 6നെ 11 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അത് താഴെ എഴുതി കൊടുക്കുക. 6 11 എത്രയാണ്? 66 ആണല്ലേ? അപ്പോൾ 66 നമ്മൾ എവിടെ എഴുതി കൊടുക്കണം? 69ൻ്റെ താഴെയായിട്ട് 66 എന്ന് എഴുതി കൊടുക്കണം. ഇനി 69ന്ന് 66 കുറച്ചിട്ട് താഴെ എഴുതണം അല്ലേ? 69ന്ന് 66 കുറക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 3 എന്നല്ലേ? അപ്പോൾ നമുക്കത് താഴെ എഴുതി കൊടുക്കാം. 69ന്ന് 66 കുറച്ചത് താഴെ 3 എന്ന് എഴുതി കൊടുക്കാം. അതിനുശേഷം ആ 9ൻ്റെ അപ്പുറത്തുള്ള 3 കൂടെ ഇറക്കി എഴുതണം അല്ലേ? അപ്പം 1 പിന്നെ 17 ആദ്യം നോക്കി, പിന്നെ ആ 9 ഇറക്കിയിട്ട് അതിലും കൂടെ നോക്കി. ഇനി അടുത്ത 3 ഇല്ലേ? 1793 എന്നുള്ളത്തെ 3 താഴേക്ക് ഇറക്കി എഴുതുക. അപ്പോൾ എത്ര കിട്ടി ഇവിടെ? ആദ്യമുള്ള 3ഉം ഈ ഇറക്കി എഴുത 3ഉം കൂടെ കൂട്ടുമ്പോൾ 33 എന്നായി അല്ലേ? ഇനി 33ൽ എത്ര 11 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. 33ൽ എത്ര 11 ഉള്ളത്? 3 11 അല്ലേ 33 എന്ന് പറയുന്നത്? അപ്പോൾ 3 എന്ന് നമുക്ക് മുകളിൽ എഴുതി കൊടുക്കണം. ഇനി ആ 3 11 എത്രയാണെന്ന് വെച്ചാൽ താഴെ എഴുതി കൊടുക്കുക. 3 11 33 ആണ്. അപ്പോൾ ആ 33ൻ്റെ താഴെ 33 എന്നും കൂടി എഴുതി കൊടുക്കുക. ഇനി 33ന്ന് 33 കുറച്ചാൽ എത്രയാണ്? 0 ആണ് അല്ലേ? അപ്പോൾ ശിഷ്ടം 0 ആണ്. ആൻസർ എത്ര കിട്ടിയത്? മുകളിൽ എഴുതിയ 163 അല്ലേ? അതായത് 1793നെ 11 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത്? 163 എന്നാണ്. അതായത് 11നെ 163 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 1793 എന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 10ന് നമ്മൾ എന്ത് ചെയ്യണം? 163 കൊണ്ട് തന്നെ ഗുണിക്കണം. 10 × 163 എത്രയാണ്? 163 കഴിഞ്ഞിട്ടൊരു 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഏത് സംഖ്യനെ 10 കൊണ്ട് ഗുണിക്കാനോ ആ സംഖ്യ കഴിഞ്ഞിട്ടൊരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1630 എന്ന് കിട്ടും. 1793 സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്രയാണ്? 1630 ആണ്. ഇനി ഇതിലൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നില്ലേ? എന്താണ്? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കൂടി ആകെ എണ്ണം എത്രയാണെന്നുള്ളത്. സ്ത്രീകൾ 1793 ആണ്, പുരുഷന്മാർ 1630 ആണ്. അപ്പോൾ അത് ആകെ എത്രയായിരിക്കും ഉണ്ടാവുക? 1793 പ്ലസ് 1630 കണ്ടാൽ മതി. അപ്പോൾ നോക്കൂ, ഇത് എത്രയാണ് കൂട്ടിയാൽ കിട്ടുന്നത്? 3ഉം 0 കൂടെ കൂട്ടിയാൽ
3 അല്ലേ. അതുപോലെ 9ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 12ആണ്. അപ്പോൾ 12ക്ക് നമ്മളവിടെ 2 എന്ന് എഴുതുക. ശിഷ്ടം 1 ഉണ്ടാവും അല്ലേ. ആ 7ഉം 6ഉം ആ 1ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 14 ആവും അല്ലേ. അപ്പോൾ നമ്മൾ താഴെ 4 എന്ന് എഴുതി കൊടുക്കുക. ശിഷ്ടം 1 ഉണ്ടാവും. ആ 1 അപ്പുറത്തേക്ക് കൂട്ടുക. ഇനി ആ 3 1ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 3 എന്നും കിട്ടും അല്ലേ. അപ്പോൾ അതതിൻ്റെ താഴെ എഴുതാം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 3423 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ആകെ സ്ത്രീകളും പുരുഷന്മാരും എത്രയാണ്? 3423 ഓക്കെ ആണല്ലോ. നമ്മൾ ഈ പേജിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.